നമസ്തേ എവരി വൺ. എക്സാം സക്സസ്. നമ്മൾ എക്സാമിന് തയ്യാറെടുക്കുമ്പോൾ പൂർണ്ണമായിട്ടും വിജയിക്കാനായിട്ട് ആവശ്യമായ മൈൻഡ് പവർ, എക്സാമിൻ്റെ ടെക്നിക്സ്, ലേണിംഗ് മെത്തഡോളജീസ് ഇതൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഹൗ ടു ലേൺ ഇഫക്റ്റീവ് സ്റ്റഡി മെത്തേഡ്സ് ഫോർ ഓപ്റ്റിമൽ റിട്ടൻഷൻ. നമ്മൾ വായിക്കുന്നത് പഠിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് കൂടുതൽ ഒരു മനസ്സിൽ ഉറപ്പിക്കാൻ പറ്റുന്ന റിട്ടൻഷൻ പറ്റുന്നത്. പിന്നെ എക്സാം റൈറ്റിംഗ് ടെക്നിക്സ്. ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് എല്ലാ വിധത്തിലുള്ള എക്സാംസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ എക്സാമിനകത്ത് നമുക്ക് എക്സാമിന് വേണ്ടി ഒരു ഗോൾ സെറ്റിംഗ്, എന്നിട്ട് അതിന് വേണ്ടി നമ്മളൊരു സ്ട്രാറ്റജീസ് ഉണ്ടാക്കുക. അപ്പോൾ അക്കാഡമിക് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതെങ്ങനെയാണ് മെമ്മറൈസ് ചെയ്യാനുള്ള ടിപ്സ്, എങ്ങനെയാണ് എൻഹാൻസ് മെമ്മറി ആൻഡ് റിട്ടൻഷൻ ഫോർ ബെറ്റർ റീകോൾ. അതുപോലെ തന്നെ നമുക്ക് ഇത് എക്സാം ചെയ്യുമ്പോഴത്തേക്കും വളരെ എത്തിക്കലായിട്ട് ഇൻറ്റഗ്രിറ്റിയോടുകൂടി നമുക്ക് എങ്ങനെയാണ് എക്സാം നേരിടാനായിട്ട് പറ്റുക, ഹൈ സ്കോർ ഉണ്ടാക്കുക, അതിനുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്. ആൻഡ് ഫോർ അച്ചീവിങ് ടോപ്പ് ഗ്രേഡ്സ് ഇൻ ദ എക്സാം, അവോയ്ഡിങ് സ്റ്റഡി മിസ്റ്റേക്സ്. ചില സ്റ്റഡിയിലാണ് നമുക്ക് ചില മിസ്റ്റേക്സ് ഉണ്ട്. കോമൺ ഫിറ്റ് ഫാൾസ് ആൻഡ് ഹൗ ടു ഇവേഡ് ദം. എങ്ങനെയൊക്കെയാണ് നമ്മൾ ആ സ്റ്റഡിയിൽ വരുന്ന ആ മിസ്റ്റേക്ക് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഒരു സ്റ്റഡി മിസ്റ്റേക്ക് പറയാം. എക്സാമിന് ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ കോർ ഡംപ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ പിന്നെയും എക്സാമിനുള്ള പേപ്പേഴ്സ് വായിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് ക്വസ്റ്റ്യന് നോക്കിക്കഴിഞ്ഞാലും ഇതുമായിട്ട് തട്ടിച്ച് മാത്രമേ നോക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആഴത്തിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അവസാനത്തെ 10 മിനിറ്റ് നമ്മൾ കണ്ണടച്ചിരുന്ന് ബ്രീത്ത് എടുത്ത് വിട്ട് വീണ്ടും ബ്രീത്ത് എടുത്ത് വിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്ന് നമ്മൾ നമ്മുടെ ബഫറിലുള്ള കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്ത് അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട്, അഥവാ ഒരു ആവശ്യം വന്ന ഒരു ഡീപ്പ് ബ്രീത്ത് എടുത്ത് വിട്ടുകൊണ്ട് ക്വസ്റ്റ്യൻസിനെ പെട്ടെന്ന് അനലൈസ് ചെയ്ത് സെലക്ട് ചെയ്ത് ബഡ്ജറ്റ് ചെയ്ത് ടൈം മാനേജ്മെൻറ്റോട് കൂടി എഴുതാൻ നമുക്ക് പറ്റണം. പിന്നെ എങ്ങനെയാണ് നമുക്ക് ഈ അരിയേഴ്സ് പേപ്പേഴ്സ്, അപ്പോൾ കോഴ്സ് വർക്കിൽ നമുക്ക് ആ ഒപ്പം തന്നെ എങ്ങനെ പോകാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് എങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂവിന് പോവുക, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ടെക്നിക്സ് ഫോർ സക്സസ്ഫുൾ ജോബ് ഓർ അക്കാഡമിക് ഇൻ്റർവ്യൂസ്. അതേപോലെ തന്നെ ബെനിഫിറ്റ് ഓഫ് കോഴ്സസ് ആൻഡ് എൻഹാൻസ്ഡ് ലേണിംഗ് എഫിഷ്യൻസി എങ്ങനെയാണ് നമുക്ക് കിട്ടുക, ഇംപ്രൂവ്ഡ് എക്സാം പെർഫോമൻസ് ആൻഡ് ഗോൾ അച്ചീവ്മെൻറ്റ് മാസ്റ്ററി. നമ്മളെങ്ങനെയാണ് ഒരു ഗോൾ ഉണ്ടാക്കിയാൽ ആ ഗോൾ നമ്മൾ അച്ചീവ് ചെയ്തേ പറ്റൂ, അതിനുള്ള ശ്രമങ്ങൾ എങ്ങനെ ആയിരിക്കണം, എങ്ങനെയാണ് നമുക്ക് അതിലോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത്, ബെറ്റർ മെമ്മറി ആൻഡ് റിട്ടൻഷൻ. അതിനകത്ത് മെത്തേഡ് ഓഫ് ലോസി ഒക്കെ ഉപയോഗിക്കാം. നമുക്കിതുപോലെ മറ്റൊരു കോഴ്സും ഉണ്ട് സിമിലറായിട്ട്, A+ എന്ന് പറയുന്നൊരു കോഴ്സുണ്ട്. അത് ഇതിൽ നിന്നൊരു വ്യത്യസ്തമായൊരു ഏരിയയാണ്. അപ്പോൾ സ്റ്റഡി മെത്തേഡ്സ് നമുക്ക് ആക്യുറേറ്റായിട്ട് നോക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ എത്തിക്കലി നമുക്ക് എങ്ങനെയാണ് ഈ സബ്ജക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്, അപ്പോൾ അക്കാഡമിക് എക്സലൻസ് എങ്ങനെ കൊണ്ടുവരാം, പിന്നെ ഈ കോമൺ സ്റ്റഡി എറേഴ്സ് എങ്ങനെ നമുക്ക് ഒഴിവാക്കാം, അതുപോലെ റിഡക്ഷൻ ഇൻ അക്കാഡമിക് സെറ്റ് ബാക്ക്സ്. ചിലപ്പോൾ നമ്മൾ കുറച്ച് നാളത്തേക്ക്, ചിലപ്പോൾ ഇല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് നമുക്ക് സെറ്റ് ബാക്ക് വരാം. പിന്നെ നമുക്ക് ഒരു ഇൻ്റർവ്യൂ റെഡിയാണോ, അപ്പോൾ ഇൻക്രീസ്ഡ് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടോ, പിന്നെ അതുപോലെ തന്നെ ടൈം മാനേജ്മെൻറ്റ് സ്കില്ലുണ്ടോ, സ്ട്രെസ് റിഡക്ഷൻ ഉണ്ടോ, പിന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റീസ് ഉണ്ടോ, അപ്പോൾ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സബ്ജക്ട്സ് ഉണ്ടോ, ഇംപ്രൂവ്ഡ് ഓർഗനൈസേഷണൽ സ്കിൽസ്, ഇനി എൻഹാൻസ്ഡ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് നമുക്ക് കിട്ടുവാണെങ്കിൽ ആ പ്രോബ്ലം നമുക്ക് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് സോൾവ് ചെയ്തതിൻ്റെ പരിഹാരം കൊടുക്കാനായിട്ട്. പിന്നെ എക്സാം ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്യാനായിട്ട് കുറച്ച് ടെക്നിക്സ് ഈ കോഴ്സിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് എക്സാമിൻ്റെ കൂടെയുള്ള ആങ്സൈറ്റി അങ്ങ് മാറി കിട്ടും. അപ്പോൾ എൻഹാൻസ്ഡ് കോൺസെൻട്രേഷൻ എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. എപ്പോഴും ഒരു കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടണമെങ്കിൽ ഗോൾ സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പെർഫെക്റ്റായിട്ട് കോൺസെൻട്രേഷൻ വരും. ആൻഡ് ഇംപ്രൂവ്ഡ് നോട്ട് ടേക്കിംഗ് സ്കിൽസ്. അത് നമ്മൾ എവിടെ നിന്ന് കേട്ട് കഴിഞ്ഞാലും, ഇപ്പോഴാണെങ്കിൽ നമുക്ക് മൊബൈലിലൊക്കെ വോട്ടർ എന്നൊക്കെ പറഞ്ഞൊരു ആപ്ലിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ഡിജിറ്റലി നോട്ട് ടേക്കിങ്ങിനായിട്ട്. അതല്ലാതെ കോർണൽ മെത്തേഡുണ്ട്. കോർണൽ മെത്തേഡിൽ എങ്ങനെയാണ് ക്ലാസ് നോട്ട്സ് എങ്ങനെയാണ് എഴുതിയെടുക്കുന്നത്. എൻഹാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ എബിലിറ്റീസ്, ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് ആൻഡ് ഇൻക്രീസ്ഡ് മോട്ടിവേഷൻ. മോട്ടീവ് ഫോർ ആക്ഷൻ ഇതുണ്ടെങ്കിലേ നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ.
അതേപോലെ തന്നെ ഹയർ സെൽഫ് എസ്റ്റീം, ഇംപ്രൂവ്ഡ് സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് പഠിച്ച് തീർക്കാനായിട്ട് പറ്റണം. ഡെവലപ്മെൻറ്റ് ഓഫ് റെസീലിയൻസ്, ടെമ്പററി ആയിട്ടൊക്കെ വിഷമം വന്നാലും നമ്മൾ തിരിച്ച് കയറി വരാൻ പറ്റണം. ആൻഡ് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പൊട്ടൻഷ്യൽ സ്ട്രെങ്ത്സ് ആൻഡ് ഇംപ്രൂവ്ഡ് സ്റ്റഡി അവെയർനെസ്, എൻഹാൻസ്ഡ് അഡാപ്റ്റബിലിറ്റി, നല്ലതാണത്. ആൻഡ് സ്ട്രെങ്തൻഡ് ഇൻ്റർപേഴ്സണൽ സ്കിൽസ്, നമുക്കിപ്പം ആൾക്കാരുമായിട്ട് ഇടപെടാനുള്ള കഴിവ്. എത്ര എക്സാമിന് പാസ്സായാലും ഈ കഴിവില്ല, നമ്മൾ പരാജയപ്പെട്ടു പോകും. ഇൻക്രീസ്ഡ് ക്രിയേറ്റിവിറ്റി, ബെറ്റർ ടീം വർക്ക് എബിലിറ്റീസ്, എൻഹാൻസ്ഡ് ലീഡർഷിപ്പ് പൊട്ടൻഷ്യൽ ആൻഡ് ഇംപ്രൂവ്ഡ് സ്റ്റഡി എൻവയറമെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ്. ഇതൊക്കെ നമുക്ക് നമ്മൾ ഇരിക്കുന്ന ഒരു ഒട്ടും ഡിസ്ട്രാക്ഷൻ വരാതെ, ഡിസ്ട്രാക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ അതിൽ പറയുന്നുണ്ട്. ആൻഡ് ഗ്രേറ്റർ എബിലിറ്റി ടു ഹാൻഡിൽ അക്കാഡമിക് പ്രഷർ, റെഡ്യൂസ്ഡ് പ്രോക്രാസ്റ്റിനേഷൻ ടെൻഡൻസീസ്, ഒട്ടും തന്നെ ഇല്ലാതാക്കി മാറ്റാനായിട്ട് നമുക്ക് പറ്റും. നമ്മുടെ ബിഹേവിയർ തന്നെ നമുക്ക് പ്രോഗ്രാം ചെയ്യാം. ആൻഡ് എൻഹാൻസ്ഡ് ലേണിംഗ് ഓട്ടോണമി, സ്വയം പഠിക്കാനായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് ഹാബിറ്റ്സ്, നല്ലതാണ്. ഇംപ്രൂവ്ഡ് അക്കാഡമിക് പെർഫോമൻസ് കൺസിസ്റ്റൻ്റ്ലി, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന 1-2 വിഷയത്തിലല്ല, എല്ലാ വിഷയങ്ങളിലും എല്ലാ കാലത്തും. ഗ്രേറ്റർ സാറ്റിസ്ഫാക്ഷൻ വിത്ത് അക്കാഡമിക് പ്രോഗ്രസ്, നമ്മൾ ചെയ്തിരിക്കുന്നതിൽ നമുക്ക് തന്നെ സംതൃപ്തി. ഇംപ്രൂവ്ഡ് ഓവറോൾ വെൽബീയിങ് ആൻഡ് ബെറ്റർ വർക്ക് ലൈഫ് ബാലൻസ്, ഇൻക്രീസ്ഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ്, ഇംപ്രൂവ്ഡ് അക്കാഡമിക് റെപ്യൂട്ടേഷൻ ആൻഡ് ബെറ്റർ റിലേഷൻഷിപ്പ് വിത്ത് പെയർസ് ആൻഡ് പ്രൊഫസേഴ്സ്. അപ്പോൾ അവരൊക്കെ ആയിട്ടൊരു നമുക്കൊരു ചേർന്ന് പോകാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ഇനിഷ്യേറ്റീവ് നമുക്ക് തുടങ്ങേണ്ടതുണ്ട്. ഗ്രേറ്റർ അപ്രിസിയേഷൻ ഫോർ ലേണിംഗ്, ഒരു പുതിയ നോളജ് കിട്ടിക്കഴിയുമ്പോൾ അതിൽ നമുക്കുണ്ടാകുന്ന സന്തോഷം. ആൻഡ് ഇംപ്രൂവ്ഡ് പ്രോബ്ലം സോൾവിങ് ഇൻ റിയൽ ലൈഫ് സിറ്റുവേഷൻസ്, എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. എൻഹാൻസ്ഡ് എബിലിറ്റി ടു അഡാപ്റ്റ് ടു ചേഞ്ച്, എങ്ങനെയൊക്കെയാണ് നമുക്ക് ചേഞ്ചിലേക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഗ്രേറ്റർ ഓവറോൾ സക്സസ് ഇൻ അക്കാഡമിക് എൻഡവേഴ്സ്, എങ്ങനെയൊക്കെയാണ് നമുക്ക് ഓവറോൾ സക്സസ് കൊണ്ടുവരാനായിട്ട് പറ്റുന്നത്. ഫുൾഫിൽമെൻറ്റ് ഓഫ് അക്കാഡമിക് പൊട്ടൻഷ്യൽസ്, നമുക്ക് പൂർണ്ണമായും ഒരു അക്കാഡമിക് പൊട്ടൻഷ്യൽസ് നമ്മുടെ മൈൻഡിൽ കൊണ്ടുവരാനായിട്ട് നേടാനായിട്ടുള്ള കഴിവ് നമ്മൾ നേടേണ്ടിയിരിക്കുന്നു. നമുക്ക് അതും ഇതിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ മറ്റൊരു കോഴ്സോടെ ഉള്ളത് സബ്സ്ക്രൈബ് ചെയ്യാം. എ+ഉം എക്സാം സക്സസ്സും നിങ്ങൾക്ക് ഒരുമിച്ച് ഉപയോഗിച്ച് നിങ്ങൾക്ക് അക്കാഡമിക് ലൈഫിൽ വലിയ വലിയ വിജയങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്.